നമസ്കാരം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അവസാനമായി ഡിസ്കസ് ചെയ്തത് ഒരു ഫങ്ഷൻ ബേസ്ഡ് പ്രോഗ്രാം എങ്ങനെ എഴുതാം എന്നായിരുന്നു. അവിടെ നമ്മൾ ആദ്യം ഫങ്ഷൻ എഴുതി, പിന്നെ മെയിൻ ഫങ്ഷൻ എഴുതി. ഇങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്. ഇനി അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ആദ്യം മെയിൻ ഫങ്ഷൻ എഴുതിയിട്ട് പിന്നെ നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എഴുതാം. ഈ രൂപത്തിൽ എഴുതുമ്പം ഇഫ് വി ആർ റൈറ്റിംഗ് ദ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ആഫ്റ്റർ ദ മെയിൻ ഫങ്ഷൻ, then there must be the function prototype. മെയിൻ ഫങ്ഷൻ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് നമ്മൾ എഴുതുന്നതെങ്കിൽ എന്ത് നിർബന്ധമാണ്? ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് നിർബന്ധമാണ്. എന്താണ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്? എ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്, ഇറ്റ് ഈസ് ദ ഡിക്ലറേഷൻ ഓഫ് എ ഫങ്ഷൻ by which compiler is provided with the information about the function. It is a declaration of a function. ഒരു ഫങ്ഷൻ്റെ ഡിക്ലറേഷൻ ആണ് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ. അവിടെ എന്താ ഉണ്ടാവുക ഈ പ്രോട്ടോടൈപ്പിൽ? ഇൻഫർമേഷൻ എബൌട്ട് എ ഫങ്ഷൻ, ഒരു ഫങ്ഷൻ്റെ ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയാം. എന്തൊക്കെ ഇൻഫർമേഷൻസാ ഒരു ഫങ്ഷനെ കുറിച്ചുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസാ കൊടുക്കുക? ആ ഫങ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണ്, അതുപോലെ ആ ഫങ്ഷൻ്റെ പേരെന്താണ്, ആ ഫങ്ഷന് എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, അതിൻ്റെ ആക്സസിബിലിറ്റി എന്താണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫങ്ഷൻ ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻസ് ഒക്കെ കമ്പൈലറിന് ഇൻസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയുക? ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുക. അപ്പോൾ എ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് വിൽ define the details of a function such as return type, function name, number and type of arguments and its accessibility. ഈ രൂപത്തിൽ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണ്? ഇനി എപ്പോഴാണ് ഈ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് നമ്മൾ എഴുതുക? ഇഫ് വി ആർ റൈറ്റിംഗ് ദ ഡെഫിനിഷൻ ഓഫ് എ ഫങ്ഷൻ ആഫ്റ്റർ ദ മെയിൻ ഫങ്ഷൻ. ഓക്കെ, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഒരു ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് നമ്മൾ എഴുതുമ്പം അതിൻ്റെ സിൻടാക്സ് എന്താണ്? ഡാറ്റ ടൈപ്പ് എഴുതണം, ഫങ്ഷൻ്റെ പേര് എഴുതണം, അതുപോലെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എഴുതണം. ഈ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് നമ്മൾ പൊതുവെ എഴുതുമ്പം ഡാറ്റ ടൈപ്പും വേരിയബിളും ഈ രൂപത്തിലാണ് എഴുതുക. ഈ പ്രോട്ടോടൈപ്പ് എഴുതുമ്പം എന്തിൻ്റെ ആവശ്യമില്ല, വേരിയബിൾ സ്പെസിഫൈ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഡാറ്റ ടൈപ്പ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എപ്പോഴാണ് ഈ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതുക എന്നുള്ളത് മനസ്സിലായി. ഫങ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് എഴുതുക എന്ന് മനസ്സിലായി. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാനുള്ള ഒരു പ്രോഗ്രാം എഴുതാൻ വേണ്ടി പറഞ്ഞു. ആ പ്രോഗ്രാമാണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ആദ്യം മെയിൻ ഫങ്ഷൻ എഴുതി. മെയിൻ ഫങ്ഷൻ എഴുതി 3 നമ്പേഴ്സ് ഡിക്ലെയർ ചെയ്തു, അവ ഇൻപുട്ട് ചെയ്തു, എന്നിട്ട് ഫങ്ഷനെ കോൾ ചെയ്തു. അല്ലേ, ആവറേജ്. ഈ ആവറേജ് എന്ന് പറയുന്ന ഫങ്ഷൻ നമ്മൾ ഈ മെയിൻ ഫങ്ഷന് താഴെയാണ് എഴുതിയത്. അവിടേക്ക് എയും ബിയും സിയും നമ്മൾ സപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങോട്ടെത്തി ഈ എക്കും ബിക്കും സിക്കും വാല്യൂ കിട്ടി. എന്നിട്ട് എ ബി, ക്യാപിറ്റൽ എ ബി എന്നുള്ളതാണ് റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ എ വി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 കാൽക്കുലേറ്റ് ചെയ്തു. റിട്ടേൺ എ വി റിട്ടേൺ ചെയ്തു. നേരിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തന്നെ വന്നു. അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ എന്തായി? എ വി ജി എന്ന് പറയുന്ന വേരിയബിളിൽ ആവറേജ് കിട്ടി, അത് ഡിസ്പ്ലേ ചെയ്തു. ഇതാണ് എന്ത്? പ്രോഗ്രാം നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാനിത് വേഗം എഴുതിയത്. ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പൈൽ ചെയ്താൽ നമുക്ക് എന്ത് കാണും? ഒരു എറർ കാണിക്കും. എറർ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊരു വേരിയബിളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ഡിക്ലെയർ ചെയ്യണം.
അപ്പോൾ ഇതിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആവറേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്. ഈ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ കമ്പൈലറിന് വരും. ആദ്യം നമ്മൾ ഫംഗ്ഷൻ ആദ്യം എഴുതി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് മെയിൻ ഫംഗ്ഷൻ എഴുതിയാൽ ഈ പ്രശ്നം വരൂല. കമ്പൈലറിന് ഐഡന്റിഫൈ ചെയ്ത ഫംഗ്ഷൻ ഇവിടെ മുകളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷൻ അവിടെ ഉണ്ട്, അതിനെയാണ് കോൾ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഈ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ അതിന് മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാകാതെ ഇഫ് വി ആർ റൈറ്റിംഗ് ദ ഡെഫിനിഷൻ ആഫ്റ്റർ ദ മെയിൻ ഫംഗ്ഷൻ, അങ്ങനെയാണെങ്കിൽ എന്ത് വേണം നമ്മൾ പറഞ്ഞു? ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് വേണം. ആ ഫംഗ്ഷൻ ഇതാണല്ലോ നമ്മുടെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് നമ്മൾ എഴുതി കൊടുക്കണം. ആ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് നമ്മൾ ഇവിടെ എഴുതാൻ പോവാം. മെയിൻ ഫംഗ്ഷൻ്റെ മുകളിലായിട്ട് എഴുതാം. എഴുതുമ്പം അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട്, അതുപോലെ ആവറേജ്, ഇനി 3 വേരിയബിൾ ഇൻറ്റ്, 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 ഇങ്ങനെ എഴുതി. ഇങ്ങനെ കണ്ടോ? ഇതാണെന്ത്? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ഈ ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഇതിലെന്തുണ്ട്? ആ ഉത്തരം ഫ്ലോട്ടാണ്, ഉത്തരത്തിൻ്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടാണ്, അതവിടെ ഉണ്ട്. ഫംഗ്ഷൻ്റെ പേരുണ്ട്. ഇനി 3 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ആ 3 ആർഗ്യുമെൻറ്റ്സും ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ ടൈപ്പ്, നെയിം, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ടൈപ്പ് ഓഫ് ദ ആർഗ്യുമെൻറ്റ്. അതുപോലെ ഇതിൻ്റെ ആക്സസിബിലിറ്റി, ഇത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ എല്ലാ ഫംഗ്ഷനും പുറത്താണ് എഴുതിയത്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ആക്സസിബിലിറ്റിയിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വരും. ഓക്കെ, അപ്പോൾ പുറത്ത് എഴുതി കഴിഞ്ഞാൽ എല്ലാ ഫംഗ്ഷൻസിനും ആക്സസ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. അപ്പോൾ ഇതാണെന്ത്? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ #include IOStream യൂസിങ് നെയിം സ്പേസ് std ലിങ്കിങ് ഒക്കെ നടത്തി അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ കമ്പൈലർ എന്ത് മനസ്സിലാക്കും? ഈ പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ വരാനുണ്ട്. ആ ഫംഗ്ഷൻ്റെ പേര് ആവറേജ് ആണ്. അതിന് 3 ആർഗ്യുമെൻറ്റ്സ്, ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് അത് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ റിസൾട്ട് റിട്ടേൺ ടൈപ്പ് ഫ്ലോട്ട് ആണെന്നൊക്കെ മനസ്സിലാക്കും. എന്നിട്ട് ഇവിടെ വരുന്നു ABC വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്തു, 3 വാല്യൂസ് നമ്മൾ ഇൻപുട്ട് ചെയ്തു. അതുപോലെ ആവറേജ് എന്ന് പറയുന്ന ഈ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എത്തുമ്പോൾ നേരിട്ട് കോൾഡ് ഫംഗ്ഷനിലേക്ക് വരുന്നു. ക്യാപിറ്റൽ എക്കും ബിക്കും സിക്കും വാല്യൂ റിസീവ് ചെയ്യും, ആവറേജ് കാണും, എന്നിട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ നേരിട്ട് ഇങ്ങോട്ട് തന്നെ വരും. എന്നിട്ട് സിയട്ട് ആവറേജ് ഈസ് AVG, ആ ആവറേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഉള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതിയത്. അപ്പം മെയിൻ ഫംഗ്ഷന് താഴെയാണ് നമ്മൾ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എഴുതുന്നതെങ്കിൽ ഈ പ്രോട്ടോടൈപ്പ് നിർബന്ധമാണ്, അല്ലെങ്കിൽ എറർ മെസ്സേജ് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് എന്ത്? കോളിംഗ് ഫംഗ്ഷൻ. ഇതാണ് കോളിംഗ് ഫംഗ്ഷൻ. അതുപോലെ ഇതാണ് കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണെന്ത്? ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ഇതാണ് കോൾഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇതാണെന്ത്? ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഐഡിയ കിട്ടിയോ? ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇനി ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ പരീക്ഷയ്ക്ക് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ടൈപ്പാണ്. ഓക്കെ, 1 മാർക്കിൻ്റെ 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. 3 ക്വസ്റ്റ്യൻ തന്നിട്ട് 3 മാർക്ക് ഉണ്ടാവും. ഓരോന്നിനും ഓരോ മാർക്ക് എന്ന രൂപത്തിലാണത് ചോദിക്കാറ്. നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. റൈറ്റ് സ്യൂട്ടബിൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്സ് ഫോർ ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതുക. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണെന്ന് നമുക്കറിയാം. ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രോഗ്രാം ഒന്നും എഴുതി വെക്കരുത്, ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനുള്ളൂ. അതിൽ ഉത്തരത്തിൻ്റെ ഡാറ്റ ടൈപ്പ് ഉണ്ടാവും, റിട്ടേൺ ടൈപ്പ് ഉണ്ടാകും, ഫംഗ്ഷൻ്റെ പേരുണ്ടാകും, അതുപോലെ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ദ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകും. ഇത്രയാണ് മെയിനായിട്ട് ഉണ്ടാവുക. നോക്കാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫംഗ്ഷൻ വോള്യം, ഫംഗ്ഷൻ്റെ പേര് വോള്യം എന്നാണ്. ടേക്സ് 2 ആർഗ്യുമെൻറ്റ്സ്, 2 ആർഗ്യുമെൻറ്റ്സ് അതിന് ഉണ്ട്. 1 ഈസ് ഓഫ് ഫ്ലോട്ട്, ഒന്ന് ഫ്ലോട്ട് ആൻഡ് ദ അതർ ഈസ് ഇൻറ്റ്. 2 ആർഗ്യുമെൻറ്റിൽ ഒന്ന് ഫ്ലോട്ടാണ്, മറ്റൊന്ന് ഇൻറ്റിജറാണ്. ആൻഡ് ഇറ്റ് റിട്ടേൺസ് ഇറ്റ്സ് വോള്യം. അതിൻ്റെ വോള്യം എന്ത് ചെയ്യും? അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ ആദ്യം ആലോചിക്കുക, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കുക? ഉത്തരത്തിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും? 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്.
ഒന്ന് ഫ്ലോട്ടും ഒന്ന് ഇൻറ്റിജറുമാണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഫ്ലോട്ട് ഉണ്ടായത് കൊണ്ട് ഫ്ലോട്ട് ആവാനാണ് സാധ്യത. ശരിയല്ലേ? അപ്പോൾ നമ്മൾ റിട്ടേൺ ടൈപ്പ് നമുക്ക് കിട്ടി. എന്താണ്? ഫ്ലോട്ട്. അതെഴുതി ഫ്ലോട്ട്. ഇനി എഴുതേണ്ടത് എന്താണ്? ഫംഗ്ഷൻ്റെ പേരാണ്. എന്താ ഫംഗ്ഷൻ്റെ പേര്? വോള്യം. എഴുതി. പ്രോട്ടോടൈപ്പ് എഴുതുമ്പം ആദ്യം റിട്ടേൺ ടൈപ്പ് എഴുതി, പിന്നെ ഫംഗ്ഷൻ്റെ പേരെഴുതി. ഇനി വേണ്ടത് ആർഗ്യുമെൻസിൻ്റെ ഡാറ്റ ടൈപ്സ് ആണ്. 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. ഒന്ന് ഫ്ലോട്ട് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തേത് ഫ്ലോട്ട് എന്ന് കൊടുക്കുക, കോമ. അടുത്തത് ഏതാണ്? ഇൻറ്റ് ആണ് എന്ന് പറഞ്ഞു, ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻറ്റ് എന്നെഴുതി സെമി കോളൻ ഇട്ടു. ഇപ്പം എന്തായി? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ഓക്കെ, ഫ്ലോട്ട് വോള്യം ബ്രാക്കറ്റിൽ ഫ്ലോട്ട് കോമ ഇൻറ്റ്. റെഡി അല്ലേ? ഇത് നമുക്ക് വേറെ എഴുതി വെക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ഫംഗ്ഷൻ ബിഗ്. ഫംഗ്ഷൻ്റെ പേര് ബിഗ് ആണ്. ഹാസ് നോ ആർഗ്യുമെൻറ്റ്സ്. ഒരാർഗ്യുമെൻറ്റ്സും നമ്മൾ കൊടുക്കുന്നില്ല. ആൻഡ് നോ റിട്ടേൺ വാല്യൂ. അതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ റിട്ടേൺ വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് മനസ്സിലായി? റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് വോയിഡ് ആണ്. ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വോയിഡ് എന്ന് എഴുതണം. ഇനി ഫംഗ്ഷൻ്റെ പേരെഴുതി ബിഗ്. ബിഗ്. ഇനി ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഒന്നും എഴുതണ്ട. വോയിഡ് ബിഗ് വോയിഡ്. ഓക്കെ, ഇതാണ് ആൻസർ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ? വോയിഡ് ബിഗ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം? വോയിഡ് എന്ന് കൊടുക്കാം. അതും ശരിയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമായിരിക്കും. എ ഫംഗ്ഷൻ പ്രിന്റ് ടേക്സ് 2 ഫ്ലോട്ടിംഗ് പോയിന്റ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നത്തിങ് ഇസ് റിട്ടേൺഡ്. 2 ഫ്ലോട്ടിംഗ് പോയിന്റ് ആർഗ്യുമെൻറ്റ്സ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളെല്ലാവരും എഴുതിയല്ലോ. അപ്പോൾ എന്താകും? നത്തിങ് റിട്ടേൺഡ്, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കണം? വോയിഡ് എന്ന് കൊടുക്കണം. ഇനി ഫംഗ്ഷൻ്റെ പേര് പ്രിന്റ്. കണ്ടോ? ഇനി 2 ആർഗ്യുമെൻറ്റ്സ്, രണ്ടും ഫ്ലോട്ടാണ്. അപ്പോൾ ഫ്ലോട്ട് കോമ ഫ്ലോട്ട്. ഫ്ലോട്ട്. ഓക്കെ, എഴുതി. അപ്പോൾ വോയിഡ് പ്രിന്റ് ഫ്ലോട്ട് കോമ ഫ്ലോട്ട്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് വരാറ്. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണ്, അത് എപ്പോഴാണ് നമ്മൾ എഴുതുക, അതിൻ്റെ സിൻടാക്സ് എന്താണ്, അതിന് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പാഠത്തിൻ്റെ മുമ്പത്തെ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരാദ്യം അത് കാണണമെന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.